ഇതില് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഏതുവരെ എടുത്തിട്ടുണ്ടായിരുന്നേ? ക്ലാസ്സിൽ ഏതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? ഇത് കാണുന്നുണ്ടല്ലോ ആർദ്ര. ആർദ്ര ഒന്ന് പറയൂ, മൈക്ക് ഓൺ ചെയ്തോളൂ. എന്താണ് ഇവിടെ സ്ലൈഡ്? സ്ലൈഡിന്റെ ഹെഡിങ് കാണുന്നുണ്ട്. അപ്പൊ ആർദ്ര ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ചോദിച്ച് മനസ്സിലാക്കുക. നമ്മൾ കുറെ കാര്യങ്ങൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞത്. അതായത് നമ്മുടെ ഗ്രീൻ കോൺക്രീറ്റ് ആവാനായിട്ട് 4 മോഡ്സ് ആണുള്ളത് അല്ലെ. ദീസ് ആർ ദി 4 സസ്റ്റൈനബിൾ ടെക്നോളജീസ് യു ക്യാൻ, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു. ജിയോ പോളിമർ കോൺക്രീറ്റ്, അതിൽ തന്നെ വരുന്നതാണ് ആക്ച്വലി സപ്ലിമെന്ററി സിമെന്റേഷ്യസ് മെറ്റീരിയൽസ് അല്ലെ. നമ്മൾ പറഞ്ഞു എന്തായിരുന്നു, നമ്മുടെ സിമെന്റിന്റെ പകരം ഫ്ലൈ ആഷ്, സ്ലാഗ്, സിലിക്ക ഫ്യൂം ആഡ് ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് പറയും? യു ആർ ആഡിങ് സപ്ലിമെന്ററി സിമെന്റേഷ്യസ് മെറ്റീരിയൽസ്. ഓക്കെ, സോ യു ക്യാൻ റെഡ്യൂസ് യുവർ വാട്ട് carbon footprint, or you can enhance the green construction. ആ രീതിയിലാണ് നമ്മൾ കോൺക്രീറ്റിനെ ഗ്രീൻ ആക്കാൻ വേണ്ടിയിട്ട് സിമെന്റിന്റെ പകരം നമ്മൾ എന്ത് ആഡ് ചെയ്യാറുണ്ട്? സ്ലാഗ്, ഫ്ലൈ ആഷ്, സിലിക്ക ഫ്യൂം. അതൊക്കെ സാറൊന്ന് പറഞ്ഞില്ലേ ക്ലാസ്സിൽ വന്നപ്പോൾ? നമ്മുടെ എംടെക് പിള്ളേർ, ബിടെക് പിള്ളേരൊക്കെ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് ആഡ് ചെയ്യും. എന്നിട്ട് എത്ര ഒപ്റ്റിമം ഡോസേജിലാണ് നമുക്ക് സിമെന്റിനെ, എന്ന് വെച്ചാൽ വെറുതെ ആഡ് ചെയ്താൽ മാത്രം പോരല്ലോ. അപ്പം അത് ആഡ് ചെയ്യുമ്പോൾ എത്ര ശതമാനം ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ കംപ്രസീവ് സ്ട്രെങ്ത് ഒക്കെ അച്ചീവബിൾ വിത്തൗട്ട് കോംപ്രമൈസിങ് ക്വാളിറ്റി. ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല, ബഡ്ജറ്റ് മാത്രം നോക്കി പോകാൻ പാടില്ല. ആ രീതിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ക്വാളിറ്റി കോംപ്രമൈസ് ഇല്ലാതെ ഈ വക വസ്തുക്കളൊക്കെ നമുക്ക് ഹൗ മച്ച് പെർസെൻറ്റേജ് കുഡ് റീപ്ലേസ് എന്നുള്ളതൊക്കെ റിസർച്ചസ് ഒക്കെ നടക്കുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? അവ കണ്ടോ അത് അങ്ങനെ കേട്ടോ. അപ്പോൾ പിന്നെ അതുപോലെ നമുക്ക് വേറൊരു സംഭവം ജിയോ പോളിമർ കോൺക്രീറ്റ് എന്ന് പറഞ്ഞു അല്ലെ. ജിയോ പോളിമർ കോൺക്രീറ്റിൽ നമ്മൾ അത് കണ്ടു. നമുക്ക് സ്ലൈഡിലൂടെ ഒന്നുകൂടി കാണാം. പിന്നെ റീസൈക്കിൾ അഗ്രിഗേറ്റ്സ് യൂസ് ചെയ്യാമെന്ന് കണ്ടു. പിന്നെ നമ്മൾ 4ാമത്തെ വഴി എന്ന് പറയുന്നത് എന്തായിരുന്നു? കാർബൺ ഡൈ ഓക്സൈഡ്. കോൺക്രീറ്റിന്റെ മാനുഫാക്ചറിന്റെ സമയത്ത് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് അതിലേക്ക് പമ്പ് ചെയ്ത് കയറ്റുകയാണെങ്കിൽ കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാവില്ലേ അല്ലെ. COH2 പ്ലസ് CO2 എന്ന് പറയുമ്പോൾ CaCO3 പ്രസിപ്പിറ്റേറ്റ് ആവില്ലേ? നമുക്കറിയാം ഒരു CaOH2 വരുന്നുണ്ട്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എങ്ങനെയാ വരുന്നത്? കാൽഷ്യം ഓക്സൈഡ് പ്ലസ് വാട്ടർ വരുമ്പോൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് വരും അല്ലെ. ACTയിൽ പഠിച്ചിട്ടുണ്ടാവും. കാൽഷ്യം ഓക്സൈഡ് പ്ലസ് H2O വരുമ്പോൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. അപ്പൊ കാൽഷ്യം ഹൈഡ്രോക്സൈഡിന്റെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡ് അത് നമുക്ക് പഠിക്കേണ്ട കേട്ടോ. അതൊക്കെ ACTയിൽ നിങ്ങൾ പഠിച്ചതാണ്. നമുക്ക് ഇപ്പൊ ഇത്ര മാത്രം തിയറി മാത്രം അറിഞ്ഞാൽ മതി. അപ്പൊ കാൽഷ്യം ഹൈഡ്രോക്സൈഡിന്റെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡ് വരുമ്പോൾ അതിൽ നിങ്ങൾക്ക് കെമിസ്ട്രി പ്രകാരം അറിയാം കാൽഷ്യം കാർബണേറ്റ് വരും. ഈ കാൽഷ്യം കാർബണേറ്റ് കോൺക്രീറ്റിൽ വന്നു കഴിഞ്ഞാൽ എന്താണ്? കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് കൂടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇത് നമ്മൾ ആദ്യം ഈ 4 വൈ ഇതെന്ന് പറഞ്ഞു. അതിന്റെ ശേഷം നമ്മൾ ഈ സ്ലൈഡ് കണ്ടു. വൈ ഗ്രീൻ കോൺക്രീറ്റ് ട്രെൻഡിങ് ആണെന്നുള്ളത് കണ്ടു. പോയിന്റ്സ് മനസ്സിലാക്കുക. ജിയോ പോളിമർ എന്നാണ് ഫസ്റ്റ് ടെക്നോളജി. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്? ഈ ഫ്ലൈ ആഷ്, സ്ലാഗ്, GGBS അല്ലെ. GGBS യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ആൽക്കലൈൻ ആക്ടിവേറ്റർ. എന്തായിരുന്നു നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു? സോഡിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം സിലിക്കേറ്റ്. ഹർഷയല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? സോഡിയം ഹൈഡ്രോക്സൈഡും സോഡിയം സിലിക്കേറ്റും ആൽക്കലൈൻ ലിക്വിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അലുമിനോ സിലിക്കേറ്റ് മെറ്റീരിയൽസ്, ദീസ് അലുമിനോ സിലിക്കേറ്റ് മെറ്റീരിയൽസ് ആർ മിക്സ്ഡ് വിത്ത്, അപ്പൊ അത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് കൂടുന്നുണ്ട്. മനസ്സിലായോ? അതും പറഞ്ഞ പോലെ ഒപ്റ്റിമം ഡോസേജ് ഒക്കെ വെറുതെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കില്ല. ഒപ്റ്റിമം ഡോസേജും കാര്യങ്ങളൊക്കെ റിസർച്ച് ബേസ്ഡ് ആയിട്ട് കണ്ടുപിടിക്കണം. ആൽക്കലൈൻ ആക്ടിവേറ്റർ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ കോൺക്രീറ്റിനെ നമ്മൾ എന്ത് പറയും? ജിയോ പോളിമർ കോൺക്രീറ്റ് എന്ന് പറയും. ഈ റോ മെറ്റീരിയൽസിന്, അതായത് നമ്മൾ സിമെന്റിന് പകരം PPC, OPCക്ക് പകരം ഫ്ലൈ ആഷോ GGBS ആഡ് ചെയ്യുകയാണെങ്കിലും ദാറ്റ് ഈസ് ഓൾസോ ടെൻഡിങ് ടു യുവർ ജിയോ പോളിമർ കോൺക്രീറ്റ്. മനസ്സിലാവുന്നില്ലേ? അതുപോലെ ക്യൂറിങ്ങില് നമ്മൾ മിതത്വം പാലിപ്പിക്കും. മീൻസ് നമ്മൾ പറഞ്ഞില്ലേ ക്യൂറിങ് ആയിരുന്നു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ പരസ്യം കിട്ടിയവരെ ഗ്രൂപ്പ് ആരെങ്കിലും, എല്ലാ ഷബാന തന്നെ ചെയ്യണ്ട, വേറെ ആർക്കെങ്കിലും ഞാൻ പറഞ്ഞ പരസ്യത്തിന്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഗ്രൂപ്പിലിടുക. മനസ്സിലായോ? അതായത് നമ്മൾ വാട്ടർ ക്യൂറിങ് ചെയ്യാതെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ക്യൂറിങ് പല തരമുണ്ട് അല്ലെ. ഏതൊക്കെയായിരുന്നു? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, ഏതൊക്കെയാണ് ക്യൂറിങ്? ACT പഠിച്ചവർ പറയൂ. ക്യൂറിങ് എന്ന് പറയുമ്പോൾ നമ്മളെ നനയ്ക്കുക. കോൺക്രീറ്റ് നമ്മൾ മതിൽ പണിയൊക്കെ കഴിഞ്ഞാൽ നനയ്ക്കില്ലേ? ഓസിട്ട് നനയ്ക്കില്ലേ? അല്ലെങ്കിൽ നമ്മുടെ എന്താണ്, നമ്മുടെ ബീം, കോളംസ് ഒക്കെ നമ്മൾ ക്യൂർ ചെയ്യില്ലേ? വെള്ളം നനയ്ക്കുന്ന പരിപാടിനെയാണ് ക്യൂറിങ് എന്ന് പറയുക. മനസ്സിലായോ? അപ്പൊ ബീം ചെയ്യുന്ന പോലെയല്ലോ സ്ലാബ് ചെയ്യുക. സ്ലാബ് ചെയ്യണ പോലെയല്ല കോളം ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെ എങ്ങനെയാണ് ചെയ്യുക? ആരെങ്കിലും പറഞ്ഞേ, എങ്ങനെയാണ് നമ്മൾ കോളത്തിന് നനയ്ക്കുക? നമ്മൾ എങ്ങനെയാ ചെയ്യാൻ പറ്റുക? സാനിയ ഇതൊന്ന് വായിച്ചേ. സാനിയ ഈ ലൈൻ ഒന്ന് വായിക്കൂ.
ഹലോ, സനിയില്ലേ? ആർദ്രയില്ലേ? ഇതൊന്ന് വായിച്ചോളാം. The mixture binds the aggregates, sand and rock together. It typically requires heat curing, dry or steam in a precast setting to rapidly achieve full strength. Though some specialized mixes can cure at ambient temperature. ഓക്കെ, ഇത് കുറച്ച് ടെക്നിക്കൽ സെന്റൻസ് കുറച്ച് കൂടിപ്പോയി, മീൻസ് നോട്ട് പോയി പറഞ്ഞ പോലെ ആൾക്കാരെല്ലാം തിരക്ക് പിടിച്ചുണ്ടാക്കുമായിരിക്കും. അപ്പൊ ഇതിൽ നമ്മൾ ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ. നമ്മൾ കൺവെൻഷണൽ ക്യൂറിങ് വാട്ടർ വെച്ചിട്ട്, വെള്ളം വെച്ചിട്ടല്ലേ നമ്മൾ ഓസ് ഇട്ടിട്ടല്ലേ നമ്മൾ നനയ്ക്കുക. കോളമൊക്കെ ആണെങ്കിലും മതിലിനെ നമ്മൾ നനയ്ക്കുന്ന പോലെ ഓസും കൊണ്ടുപോയിട്ടില്ലേ നമ്മൾ നനയ്ക്കുക. കോളമാണെങ്കിൽ ഇപ്പൊ ബീമൊക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങനെ നനയ്ക്കും, അല്ലെങ്കിൽ ഓസ് പാത്രമായിട്ട് മീൻസ് അങ്ങനെ ചാക്കൊക്കെ നനച്ചിടും. ഇപ്പൊ വാട്ടർ ക്യൂറിങ് ആണ് നമ്മൾ യൂഷ്വലി ചെയ്യുക. പക്ഷേ വാട്ടർ കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ സസ്റ്റൈനബിൾ പ്രാക്ടീസ്. അപ്പൊ അതുകൊണ്ട് ഹീറ്റ് ക്യൂറിങ് ചെയ്യാറുണ്ട്, ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രഷർ ക്യൂറിങ് ചെയ്യാറുണ്ട്, അങ്ങനെ പലതരം ക്യൂറിങ് ഉണ്ട്. ഡ്രൈ സ്റ്റീം വെച്ചിട്ട് ക്യൂർ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്, ഒരു നല്ല സസ്റ്റൈനബിൾ കോൺക്രീറ്റ് എന്ന് പറഞ്ഞൂടെ. അപ്പൊ അതും ഈ ജിയോ പോളിമർ ക്യൂറിങ് പ്രാക്ടീസിനെ നമ്മൾ ഇങ്ങനെ പറഞ്ഞ പോലെ ഡ്രൈ ഓർ സ്റ്റീം, ഡ്രൈ ആയിട്ട് അല്ലെങ്കിൽ സ്റ്റീം വെച്ചിട്ട് നനയ്ക്കുകയാണെങ്കിൽ, ഹീറ്റ് ഒക്കെ വെച്ചിട്ട് നനയ്ക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? യുവർ കോൺക്രീറ്റ് ഈസ് ടെൻഡിങ് ടു എ ജിയോ പോളിമർ കോൺക്രീറ്റ്. മനസ്സിലായോ? അപ്പൊ ജിയോ പോളിമർ ആവാനായിട്ട് ഈ 3 വഴികളിൽ ഏതെങ്കിലും ചെയ്യാം. ജിയോ പോളിമർ എന്ന് പറയുന്ന ഒരു സസ്റ്റൈനബിൾ ഗ്രീൻ കോൺക്രീറ്റ് ആണ്. അതാണ് ഇതിൽ പറയുന്നത്. ഇനി അതിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്, അതിന്റെ ഫീച്ചേഴ്സ് ഉള്ളത് കാണുക. പിന്നെ ഇത് നമ്മൾ ഓൾറെഡി ജിയോ പോളിമർ അല്ലാതെ, കോൺക്രീറ്റ് അല്ലാതെ നമ്മളുടെ റീസൈക്കിൾ അഗ്രിഗേറ്റ്സ് ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതും എന്താണ്, നമ്മുടെ ഇതാണ് ഗ്രീൻ കോൺക്രീറ്റ് ആണ്. ഇതിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. ഇത് പറയാനാണ് ഞാനിപ്പോൾ ഈ ക്ലാസ് വെച്ചത് കേട്ടോ. ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കാർബൺ ഇഞ്ചക്ഷൻ ആൻഡ് സീക്വസ്ട്രേഷൻ കോൺക്രീറ്റ്. ഈ കാർബൺ ഒന്നെന്താ പറയുന്നത്, ജിയോ പോളിമർ കോൺക്രീറ്റ്, അതൊരു വഴിയാണ് ഗ്രീൻ കോൺക്രീറ്റ് ആവാൻ. രണ്ടാമത്തെ എന്തായിരുന്നു, ഈ യൂസ്ഡ് അഗ്രിഗേറ്റ്സ്, യൂസ്ഡ് അല്ല റീസൈക്കിൾ അഗ്രിഗേറ്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ദാറ്റ് ഈസ് അനദർ പ്രൊവിഷൻ ഫോർ ദാറ്റ് യുവർ കൺവെൻഷണൽ കോൺക്രീറ്റ് വിൽ ബി ടേൺ ടു എ ഗ്രീൻ കോൺക്രീറ്റ്. മനസ്സിലായോ? ദെൻ അടുത്തത് എന്താണ്, മറ്റേത് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സപ്ലിമെന്ററി സബ്സ്റ്റൻസസ്, ഫ്ലൈ ആഷ്, അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാലും അതാണ്. നാലാമത്തെ വഴി എന്ന് പറയുന്ന കാർബൺ ഇഞ്ചക്ഷൻ ആൻഡ് സീക്വസ്ട്രേഷൻ. ഇതൊരു പുതിയ ന്യൂ ജനറേഷൻ ടെക്നിക്കാണ്. ഇതിലെന്താണ്, കാർബൺ ഡൈ ഓക്സൈഡിനെ ഫ്രഷ് സ്റ്റേറ്റിലേക്ക് നമ്മൾ ഇൻഡ്യൂസ് ചെയ്യാണ് അല്ലെ. ഇൻഫ്യൂസിങ് കാപ്ചേർഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ടു ദ ഫ്രഷ് കോൺക്രീറ്റ്. മിക്സിങ്ങിന്റെ സമയത്താവാം, അല്ലെങ്കിൽ ക്യൂറിങ്ങിന്റെ സമയത്താവാം. മിക്സിങ്ങിന്റെ സമയത്ത് എന്താ ചെയ്യുക, നമ്മളിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആലോചിച്ചു, കോൺക്രീറ്റ് കൂട്ടുന്ന സമയത്ത് അതിൽ കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് സിലിണ്ടറിൽ വന്നിട്ട് അടിച്ച് കയറ്റുക എന്ന് വിചാരിച്ചോ. അപ്പോൾ എന്താ സംഭവിക്കണേ, ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ സിമെന്റിലുള്ള കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം അയൺസിന്റെ കൂടെ ബൈൻഡ് ചെയ്തിട്ട് കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാക്കാൻ പറയുന്നത്. ഈ കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിമെന്റ് മെട്രിക്സിൽ, കോൺക്രീറ്റ് മെട്രിക്സിൽ ഇന്റർസ്റ്റീഷ്യൽ സ്പേസസ് ഉണ്ട്, വോയിഡ് സ്പേസസ് പോലെ. അതിൽ ഫില്ലായി കഴിഞ്ഞാൽ ഒരു ക്ലോസ് പാക്കിംഗ് കിട്ടില്ലേ? മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണ് നമ്മൾ കോൺക്രീറ്റിന്റെ ഡ്രൈ ഡെൻസിറ്റി ഒക്കെ, കോൺക്രീറ്റിന്റെ ഡെൻസിറ്റി ഒന്നും കൂടി എൻഹാൻസ് ചെയ്യാൻ പറ്റും. വോയിഡ് സ്പേസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇത് വന്ന് പ്രസിപ്പിറ്റേറ്റ് വന്ന് അടഞ്ഞോളും. അങ്ങനെ എന്ത് കിട്ടും, അതിന് ലോങ് റണ്ണിൽ അതിന് കംപ്രസീവ് സ്ട്രെങ്ത്തും ഡ്യൂറബിലിറ്റി അങ്ങനത്തെ ആസ്പെക്ട്സ് ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ അതാണ് ഈ കാർബൺ ഇഞ്ചക്ഷൻ. ക്ലിയർ അല്ലേ? ഇനി ഇത് 2 തരത്തിൽ ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ശ്രീജിത്തിന്റെ ടീം ചെയ്തപ്പോൾ അവർ ക്യൂറിംഗ് ആ ചെയ്തത്. ഈ ഞാൻ പറഞ്ഞ ഹീറ്റ് വെച്ചിട്ട് ക്യൂർ ചെയ്യാന്ന് പറഞ്ഞ പോലെ തന്നെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന അന്തരീക്ഷത്തിൽ ഈ വണ്ടികളൊക്കെ പോകുമ്പോൾ ഒരുപാട് വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യാം, യു ക്യാൻ എന്താ പറയാ, യു ക്യാൻ ക്യാപ്ചർ കാർബൺ ഡൈ ഓക്സൈഡ്. മനസ്സിലാവുന്നുണ്ടോ? ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ആ ക്യാപ്ചർ ചെയ്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സിലിണ്ടറിലാക്കി വെക്കുക. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കോൺക്രീറ്റിന്റെ വർക്ക് നടക്കുമ്പോൾ അപ്പൊ അവിടെ കാർബൺ സീക്വസ്ട്രേഷൻ ഈസ് ഹാപ്പനിങ് ആർട്ടിഫിഷ്യലി നമ്മൾ എന്താ ചെയ്യുന്നത്, കാർബൺ സീക്വസ്ട്രേഷൻ എൻഹാൻസ് ചെയ്യിപ്പിക്കുകയാണ്. കോൺക്രീറ്റിന്റെ ആ ഒരു ഫങ്ഷനാലിറ്റിനെ നമ്മൾ ഇംപ്രൂവ് ചെയ്യാണ്. മനസ്സിലാവുന്നില്ലേ? അപ്പൊ മിക്സിങ്ങിന്റെ സമയത്ത് ഇഞ്ചക്ട് ചെയ്യാം, ക്യൂറിങ്ങിന്റെ സമയത്ത് അതിൽ ലീഡൻ ആക്കാം. അതിനെ കാർബണേഷൻ ക്യൂറിംഗ് എന്ന് പറയും. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് ഈ ഒരു പ്രവർത്തനം. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കണേ, നമ്മുടെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് കുറഞ്ഞു, അൺഡിസൈറബിൾ ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് കുറഞ്ഞു. കൂടാതെ അത് കോൺക്രീറ്റിൽ ഇട്ട് കൊടുത്താൽ
കോൺക്രീറ്റിന് ഗുണമാണ് ഉണ്ടാവുക, ദോഷമല്ല. അതിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് കൂടുതലാണ്. അപ്പൊ ഇതൊക്കെ റിസർച്ച് നടക്കുന്നതാണ്. നിങ്ങൾക്കും വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാം. കാരണം ഇത് വളരെ ന്യൂ ജനറേഷൻ ആയിട്ടൊരു ടോപ്പിക്കാണ്. ക്ലിയർ അല്ലേ? ഇനി കാർബൺ ഡൈഓക്സൈഡ് ഇഞ്ചക്ഷൻ മിക്സിംഗ് ഇവിടെ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കണേ? മിനറലൈസ് ചെയ്തതിന്റെ കാര്യങ്ങളൊക്കെയാണ്. കണ്ടോ? ന്യൂക്ലിയേഷൻ സൈറ്റ്സ്, ഈ കാൽഷ്യം കാർബണേറ്റ്സ് ഇതിന്റെ ഇന്റർസ്റ്റീഷ്യൽ സ്പേസസ് ഞാൻ പറഞ്ഞില്ലേ. ഷബാന ഇത് കാണുന്നുണ്ടോ എന്ന് പറയൂ. ആരെങ്കിലും ഒരാൾ മൈക്ക് ഓൺ ചെയ്ത് ആരാണെങ്കിലും ശരി. ക്യാപ്ചേർഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇഞ്ചക്ട് ആവാണ് കോൺക്രീറ്റിൽ. അത് എന്താണ് മിനറലൈസസ് നാനോ പാർട്ടിക്കിൾ പോലെ ആക്ട് ചെയ്യില്ലേ? മനസ്സിലാവുന്നില്ലേ? ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു നാനോ പാർട്ടിക്കിൾ പോലെയല്ലേ വരിക? നാനോ കാർബൺ ഡൈ ഓക്സൈഡും ഈ സിമെന്റ് ജെല്ലും കൂടി ചേരുമ്പോൾ ഒരു നാനോ പാർട്ടിക്കിൾ, കാൽഷ്യം കാർബണേറ്റിന്റെ നാനോ പോലെ. നാനോ വന്ന് എന്താണ്? നാനോ പാർട്ടിക്കിൾസ് ആർ സ്മോൾ പാർട്ടിക്കിൾസ് ദാറ്റ് ക്യാൻ ഫിൽ എനി വോയിഡ് സ്പേസ്, എനി ഇന്റർസ്പീഷ്യൽ വോയിഡ് സ്പേസിനെ അതിൽ ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പാർട്ടിക്കിൾസ് ന്യൂക്ലിയേഷൻ സൈറ്റ്സിൽ വന്ന് ഫില്ല് ചെയ്തിട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമെന്റിനെ കുറയ്ക്കാലോ. ഈ കാർബൺ ഡൈ ഓക്സൈഡ് വന്ന് കാൽഷ്യം കാർബണേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ സിമെന്റ് ഓവറായിട്ട് യൂസ് ചെയ്യണ്ട. നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വെച്ചിട്ട് തന്നെ കാൽഷ്യം കാർബണേറ്റ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സിമെന്റിനെ നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാം. ഈ സിമെന്റ് ഇട്ടാലാണ് കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാവുക, നാച്ചുറലി ഉണ്ടാവുക. പക്ഷേ സിമെന്റിന്റെ എമൗണ്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. കംപ്രസീവ് സ്ട്രെങ്ത് കോൺക്രീറ്റിന്റെ കൂട്ടാനും പറ്റും. അപ്പൊ അത് സസ്റ്റൈനബിൾ അല്ലേ? മീൻസ് ഗ്രീൻ അല്ലേ? ലെസ് സിമെന്റ് വന്നു, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒറ്റ ആളെ കൊടുത്താൽ മതി, സിമെന്റിനെ കുറയ്ക്കാം, ക്വാളിറ്റിയിലും ബഡ്ജറ്റ് നന്നായി, സ്ട്രെങ്ത് കൂടുതലും ചെയ്തു. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് അതാണ് ഇത് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ് മിക്സിങ്ങിന്റെ ടൈമിൽ ഫ്രഷ് സ്റ്റേറ്റിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇനി അതിന്റെ ക്യൂറിങ് സ്റ്റേജിൽ എന്ത് ചെയ്യാം? നമുക്കിതിനെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ബീം അപ്പോഴേക്കൊക്കെയാണ് നമ്മുടെ സമയമായത്. അപ്പൊ എന്താണ്, നമ്മൾ ഈ ഒരു ബീം പോലെ നിങ്ങൾ നിങ്ങളുടെ ബീം ക്യൂർ ചെയ്യണമെന്ന് വിചാരിച്ചോളൂ. പ്രീ കാസ്റ്റ് ബീമാന്ന് വിചാരിച്ചോളൂ. അപ്പൊ പ്രീ കാസ്റ്റ് ബീം നിങ്ങൾ ഉണ്ടാക്കി അതിനെ ഒരു കാർബൺ ഒരു ചേമ്പറിൻ്റെ ഉള്ളിൽ നമ്മുടെ ഒരു ചേമ്പറിന്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുക. അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് പമ്പ് ചെയ്യുക. അപ്പൊ വെള്ളം വെച്ച് ക്യൂർ ചെയ്യുന്നതിന് പകരം ഈ കാർബൺ ഡൈ ഓക്സൈഡിന് ക്യൂർ ചെയ്യാൻ പറ്റുന്ന പറയാം. ക്യൂറിംഗ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ACT പഠിച്ച പാർവതി, വാട്ട് ഈസ് ക്യൂറിംഗ്? ക്യൂറിംഗിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? വെള്ളം വെച്ച് നനയ്ക്കുക എന്നുള്ളത് നമ്മൾ ലോക്കലായിട്ട് പറയുന്നതാണ്. ക്യൂറിംഗിൽ എന്താണ് ശരിക്കും നടക്കുന്നത്? ക്യൂറിംഗ് പ്രോസസ്സ് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? കോൺക്രീറ്റ് വെച്ചിട്ട് നമ്മളൊരു മതിൽ പണിഞ്ഞു, അല്ലെ? മതിലോ സിമെന്റോ ഒരു കോൺക്രീറ്റ് കോളം വെച്ചു എന്ന് വിചാരിച്ചോളൂ. ഈ ക്യൂറിംഗ് ചെയ്തില്ലെങ്കിൽ എന്താണ് പ്രശ്നം? ഈ നനച്ചില്ലെങ്കിൽ, മതിൽ പണി കഴിഞ്ഞിട്ട് നനച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം? അതിന്റെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം അല്ലെ എത്രയാണ്? പാർവതി മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അറിയുന്ന ആരെങ്കിലും വേഗം പറയൂ. ആഷ്ലിൻ, നമ്മൾ ക്യൂറിംഗ് ചെയ്തില്ലെങ്കിൽ എന്താ പറയാ, അതിന്റെ സ്ട്രെങ്ത് കുറയും. പിന്നെ അതുപോലെ തന്നെ ക്രാക്സ് വീഴാൻ ചാൻസ് ഉണ്ട്. ഇത് ഷബാന തന്നെയാണോ? അല്ലേ? ഷബാന തന്നെയാണ്. ഷബാന മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ, വേറെ ആരും ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. വെരി ഗുഡ്, താങ്ക് യു ഷബാന. കറക്റ്റ് ആണ്. അത് നമ്മൾ ഇതിപ്പോ സിവിൽ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് പറയാനായിട്ട്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പറയും ഇതൊക്കെ, അല്ലെ? അപ്പൊ ഷബാന നല്ല എക്സലന്റ് ആയിട്ട് പറഞ്ഞു. നമ്മളിത് അല്ലെ സ്ട്രെങ്ത് ഉണ്ടാവില്ല, പൊട്ടിപ്പൊളിഞ്ഞു പോയില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ വീട്ടിൽ മതിൽ പണിഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ നനയ്ക്കാൻ പോയില്ലെങ്കിൽ അത് പൊട്ടിപ്പൊളിഞ്ഞ് വീഴില്ലേ? പിന്നെ അതിൽ ക്രാക്ക് വരില്ലേ? ഇതന്നെയല്ലേ ഇപ്പൊ ഇതിന്റെ ഉത്തരം. അപ്പൊ അതിലെന്താണ് പറയണ്ടേ? ആ മോയ്സ്ചർ, അതിൽ എന്താണോ അതിലുള്ള മോയ്സ്ചർ അതിനെ അതുപോലെ റീറ്റെയിൻ ചെയ്ത് വെക്കണം. എങ്ങനെ പൊളിഞ്ഞ് വീഴുക? വാട്ടർ സിമെന്റ് റേഷ്യോയില് ആ വാട്ടർ സൂര്യൻ വലിച്ചെടുക്കും. അപ്പൊ അത് ഡ്രൈ ആവും. ഈ ഡ്രൈ ഔട്ട് ആയി പോകുമ്പോഴാണ് അതിൽ ഷ്രിങ്കേജ് ക്രാക്സ് വരിക. മനസ്സിലാവണില്ലേ? അപ്പൊ അതാണ് പറഞ്ഞത് കേട്ടോ. അത് അങ്ങനെ അപ്പൊ അതിന് നമുക്ക് ഈ വെള്ളം തന്നെ ഒഴിക്കണമെന്നൊന്നുമില്ല. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഇട്ടാലും അതിനൊരു പുതപ്പ് പോലെ ഫീൽ ചെയ്യും. നമ്മൾ പുതച്ച് കിടക്കുന്ന പോലെയാണിത്. മനസ്സിലായോ? ഒരു പുതപ്പ് കൊടുക്കുക. വെള്ളത്തിന്റെ പുതപ്പാവാം, കാർബൺ ഡൈ ഓക്സൈഡിന്റെ പുതപ്പായാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്താണ്, ഈ കോൺക്രീറ്റ് ഗ്യാസിനെ അബ്സോർബ് ചെയ്തിട്ട് അതിന്റെ സ്ട്രെങ്ത് ഇവര് പറയുന്നു വാട്ടർ ക്യൂറിങ്ങിനേക്കാളും 10-20% ആവുന്നുണ്ട്. ഇതാണ് ശ്രീജിത്തിന്റെ ടോപ്പിക് ഉണ്ടായിരുന്നത്, കാർബണേഷൻ ക്യൂറിങ്. ക്ലിയർ അല്ലേ? അപ്പൊ അതാണ് നമ്മുടെ സസ്റ്റൈനബിൾ കോൺക്രീറ്റിന്റെ, ഗ്രീൻ കോൺക്രീറ്റിന്റെ അവസാനത്തെ ടോപ്പിക്. ഇനി ഇത് നിങ്ങൾ ഒന്നും കൂടി ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ജസ്റ്റ് എഴുതി, അത് നിർബന്ധമില്ല കേട്ടോ, അസൈൻമെന്റിൽ എഴുതണമെന്നില്ല. നമുക്ക് ആ സ്ലൈഡിലുള്ള പോയിന്റ് ഉണ്ടായാലും മതി. അസൈൻമെന്റിൽ ഞാൻ കേട്ടിട്ടില്ല. ഇൻട്രസ്റ്റ് ഉള്ളവർ ഇത് നോക്കുക. ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ കിട്ടിയ കാര്യങ്ങളാണ് ഈ പറയണ പോലെ. സീക്വസ്ട്രേഷൻ കാർബൺ ഡൈ ഓക്സൈഡ് ഞാൻ ഗ്രൂപ്പിലിട്ടുണ്ട്. അത് ഗ്യാസ് സിമെന്റിന്റെ കോമ്പൗണ്ട്സ് ആയിട്ട് ആകുമ്പോൾ കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാവും. ഈ ക്യാപ്ചേർഡ് ഇൻഡസ്ട്രിയൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് സംഭവിക്കുന്നു? സോളിഡ് മിനറൽ അല്ലെ? അതന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ. അത് അടുത്തൊരു പേജിലുണ്ട് തോന്നുന്നു. എവിടെയുണ്ട്?
ഇതിലിപ്പോ എന്താ പറയണത്? ഇതിൽ ആ കാര്യം പറയണത് നമ്മളിപ്പോ പറഞ്ഞില്ലേ, ഒരു സ്ലൈഡിൽ പറഞ്ഞില്ലേ കംപ്രസീവ് സ്ട്രെങ്ത് കണ്ടോ 10-20%. ഇതൊക്കെ നോക്കിയിട്ട് തന്നെ ആ സാറ് നോട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ക്യാപ്ചേർഡ് ഇൻഡസ്ട്രിയൽ നമ്മൾക്ക് ഇൻഡസ്ട്രീസ് നിന്ന് പുറന്തള്ളും കണ്ടോ. ഇൻഡസ്ട്രിയിൽ നിന്ന് കുറെ ഗ്യാസ് പോകുന്നില്ലേ. ശങ്കർദേവ് ഇവിടെ കയറിയിട്ടുണ്ടോ? ഉണ്ടാ? അപ്പൊ ഇൻഡസ്ട്രീസ് നിന്ന് പോകുന്ന ഗ്യാസ് കണ്ടോ, അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾസ് നിന്ന് പോകുന്ന ഗ്യാസ് കണ്ടോ, അതിനെയൊക്കെ ക്യാപ്ചർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ഇത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ക്യൂറിങ്ങിനൊക്കെ യൂസ് ചെയ്തൂടെ? ക്യൂറിങ് അല്ല, മിക്സിങ്ങിനൊക്കെ യൂസ് ചെയ്തൂടെ? അപ്പൊ അതിനെയാണ് കാർബൺ സീക്വസ്ട്രേഷൻ വിച്ച് കുഡ് ബി അപ്ലൈഡ് ഇൻ കോൺക്രീറ്റ് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതൊന്ന് വായിച്ചാൽ മതി, ഇതിനെപ്പറ്റി ഒന്നും എഴുതണമെന്ന് വേണ്ട. പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ, CO2 പ്ലസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് നമ്മുടെ സിമെന്റിന്റെ ഒരു കോമ്പൗണ്ട് ഇതിൽ വരുന്നതാണ്. ഇത് ACT-കാർക്ക് നന്നായി അറിയുന്നുണ്ടായിരിക്കും. അപ്പൊ അതിൽ കാൽഷ്യം കാർബണേറ്റ് പ്ലസ് വാട്ടർ. ഈ കാൽഷ്യം കാർബണേറ്റ് ആണ് സ്പേസ് ഫില്ല് ചെയ്യുക, അതുപോലെ ന്യൂക്ലിയേഷൻ സൈറ്റ്സ് ഒക്കെ ആയിട്ട് ആക്ട് ചെയ്യുക എന്നൊക്കെ പറയും കണ്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം തന്നെ, പാർട്ടിക്കിൾസ് പാക്കിംഗ് ആവുമ്പോൾ നമുക്ക് എന്ത് കിട്ടും കണ്ടോ? സ്ട്രെങ്ത് കൂടും എന്നൊക്കെ പറയുന്നു. ഡ്രൈയിങ് ഷ്രിങ്കേജ് ഷബാന പറഞ്ഞ പോലെ അതിന്റെ ക്രാക്സ് ഒന്നും ഉണ്ടാവില്ല, സ്ട്രെങ്ത് അറ്റൈൻമെന്റ് പോസിബിൾ ആണ്. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ഇതിന്റെ സംഭവം. ഇനി ഇതില് വേണമെങ്കിൽ ഇവിടെ എന്തൊരു സാധനം ഇവിടെ പോയോ? ഇതിപ്പോ പ്രത്യേകിച്ചൊന്നും ഇല്ല. നിങ്ങളെ ഹൈഡ്രേഷൻ പ്രോസസ് എന്താന്നൊക്കെ എല്ലാവർക്കും അറിയില്ലേ? സിമെന്റില് അത് പോയോ? ഹൈഡ്രേഷൻ ഇതിന്റെ ആവശ്യമില്ല. നിങ്ങളെ ACT-കാർക്ക് അറിയുന്നുണ്ടാവും. സിമെന്റില് കോൺക്രീറ്റില് വെള്ളം ഒഴിക്കുമ്പോൾ സിമെന്റും അഗ്രിഗേറ്റും എല്ലാം കൂടി ചേരുമ്പോൾ അവിടെ എന്തൊക്കെയാ നടക്കുന്നത് കണ്ടോ? C3S C2S നമുക്ക് ആവശ്യമില്ല. പറഞ്ഞ പോലെ അതിന്റെ സാധനം കാണില്ല. ഹൈഡ്രേഷൻ നടക്കാനായിട്ട് കണ്ടോ, കാൽഷ്യം സിലിക്കേറ്റ് ഹൈഡ്രേറ്റ്, CSH ജെല്ല്. ഇത് താല്പര്യമുള്ളവർ വായിക്കുക. ഇതിന്റെ സാധനം പക്ഷെ വേറൊരു സാധനം ഉണ്ടായിരുന്നു. അത് ഇപ്പൊ നോക്കിയാൽ മതി കേട്ടാ. അതായത് ഹൈഡ്രേഷൻ പ്രോസസ്സിൽ എന്താ സംഭവിക്കണേ എന്നുള്ളത് അത് നമ്മുടെ സബ്ജക്റ്റിലുള്ളതല്ല. അപ്പൊ അതൊന്നും അറിഞ്ഞാലേ ശരിക്കും പറഞ്ഞാൽ ഈ COH2 ഒക്കെ എവിടെ നിന്ന് വന്നു എന്നുള്ളത് അറിയില്ല. അതുകൊണ്ടാണ് ഞാനത് കാണിക്കാന്ന് വെച്ചത്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് നമ്മൾ പറഞ്ഞുല്ലോ. അപ്പൊ ഇതിന്റെ കാര്യം അതൊന്ന് നോക്കിയാൽ മതി. ഹൈഡ്രേഷൻ പ്രോസസ് ഇൻ കോൺക്രീറ്റ് എന്ന് പറഞ്ഞിട്ട് ഹൈഡ്രേഷൻ പ്രോസസ്സ് നടക്കുന്നതുകൊണ്ടാണ് നിർമ്മല മിസ് പറഞ്ഞു തന്നിട്ടുണ്ടാവും ACT-കാർക്ക് ഹൈഡ്രേഷൻ പ്രോസസ്. അപ്പൊ അതിന്റെ ഒരു രീതിയിലാണ് നമുക്ക് ഇതും കൂടി കൂട്ടിച്ചേർത്ത് പറയാൻ പറ്റും. അത് ഞാനിപ്പോ പറയുന്നില്ല കേട്ടോ, പഠിച്ചാൽ മതി. അപ്പൊ അത് നമുക്ക് ഇപ്പൊ തൽക്കാലം ആവശ്യമില്ല. പക്ഷെ അത് അറിഞ്ഞാലാണ് ഒരു കറക്റ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പൊ അത്രയാണ് നമ്മുടെ അതിൽ വരുന്നത്, ഈ ഒരു ഇതില്. ഇനി അടുത്തതാണ് ബയോ കമ്പോസിറ്റ്. അത് വളരെ എളുപ്പമാണ്, വേഗം നമുക്ക് പറഞ്ഞു കഴിയാം. അതോടെ അരമുടിയുള്ള കഴിയും. ബയോ കോമ്പോസിറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ വായിക്കുന്നത്? പാർവതി ഇതൊന്ന് വായിക്കൂ. പാർവതി, നന്ദന, നീവ, ആ സെറ്റിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം വായിക്കൂ. കാണുന്നില്ലേ? വായിച്ചു. കാണുന്നുണ്ട്. ശരി. ബയോ കോമ്പോസിറ്റ്സ് കമ്പൈൻ നാച്ചുറൽ ഫൈബേഴ്സ്. എക്സാമ്പിൾ മൊത്തം വായിക്കണോ? കൊയർ, ഹെമ്പ്, ഇതുവരെ വായിച്ചു. ഹെമ്പ്, ബാംബു, ജൂട്ട്. ഓക്കെ. വിത്ത് ബയോ derivated polymer matrix like LPA to create lightweight, renewable and eco-friendly building materials. ഓക്കെ നീവ, വെരി ഗുഡ് കേട്ടോ. അപ്പൊ ഇതിൽ ബയോ കോമ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയലിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോണേ. ഈ ജിയോ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഞാൻ എന്താ പറഞ്ഞേ? മണ്ണിനോട് ചേർന്ന, അതാണ് ജിയോ.
ഈ ബയോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബയോ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്തായിരിക്കും? ആരെങ്കിലും ഒന്ന് മൈക്കോൺ ചെയ്തിട്ട് പറഞ്ഞേ. ബയോളജി, ബയോ എന്നൊക്കെ പറയുമ്പോൾ എന്തായിട്ട് ബന്ധപ്പെട്ടതാണത്? ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഈ കൊയർ, ഹെമ്പ്, ബാംബു എന്നൊക്കെ പറയുമ്പോൾ ജൂട്ട്. ബയോ കോമ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എന്തിനോട്? ആരെങ്കിലും ഒന്ന് ഇതെന്താണ്? ഈ സാധനങ്ങളൊക്കെ എന്താണ്? ഇതിന്ന് വരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. കൊയർ, ഹെമ്പ്, ബാംബു, ജൂട്ടൊക്കെ കോമൺ ജീവശാസ്ത്രം. അതായത് നമ്മുടെ പ്ലാന്റ് ബേസ്ഡ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. ആനിമൽസ് അല്ലേ, ഇതൊക്കെ പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ട്സ് അല്ലേ. ക്ലിയർ അല്ലേ? അപ്പൊ അതാരിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? ഓക്കെ, ആരാണാവോ? അപ്പൊ ഇത് ബയോ കോമ്പോസിറ്റ് എന്ന് പറയുമ്പോൾ കറക്റ്റ് ആൻസർ ആണ്. ആരാണെങ്കിലും ഉത്തരം കറക്റ്റ് ആണ് കേട്ടോ. ആരാ പറഞ്ഞെന്ന് മനസ്സിലായില്ല. ബയോ കോമ്പോസിറ്റ് എന്ന് പറയുമ്പോൾ അതിലെ നാച്ചുറൽ ഫൈബേഴ്സ് അല്ലെ. കൊയർ, ഷബാന തന്നെയാണോ? വെരി ഗുഡ്. അപ്പൊ കണ്ടോ, ബയോ കോമ്പോസിറ്റ് നാച്ചുറൽ ഫൈബേഴ്സ്. കണ്ടോ, ഈ കൊയർ, ഹെമ്പ്, ബാംബു, ജൂട്ടൊക്കെ നമ്മൾ പ്രോസസ് ചെയ്തിട്ട് എന്താണ് PLA എന്ന് പറയുമ്പോൾ പോളിലാക്റ്റിക് ആസിഡ്. അതും പറഞ്ഞ പോലെ പ്ലാന്റിൽ നിന്ന് വരുന്ന ഒരു ഇതാണ്. പെട്രോളിയത്തിൽ നിന്നും കോളിൽ നിന്നൊന്നും അല്ല എന്ന് അവർ പറയുന്നത്. ഫോസിൽ ഫ്യൂൽ എന്നല്ല, നമുക്ക് ചെടിയിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരു ബയോ ഡിറൈവ്ഡ് പോളിമർ മെട്രിക്സ് ആണ്. നമ്മുടെ എന്താ പറയാ, റബ്ബറിന്റെ കറയൊക്കെ പോലത്തെ ഒരു സാധനമൊക്കെ ആയിരിക്കാം പോളിലാക്റ്റിക് ആസിഡ്. അപ്പൊ ഇതും ചേർത്തിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ വാതിലല്ലേ, വുഡിന്റെ വാതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആ വാതിലിന് പകരം ഈ PLAയും ഈ കൊയറും ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് വാതിലോ പാർട്ടീഷൻ വാൾസോ അങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ അത് കുറച്ചും കൂടി ഗ്രീൻ അല്ലേ. അശ്വിൻ ഇല്ലേ ഇവിടെ? ES ഇല്ലേ? പറഞ്ഞത് ശരിയാണോ ഞാൻ? പോളിലാക്റ്റിക് ആസിഡ്. അശ്വിൻ അവിടെ ഇല്ലേ? അശ്വിൻ കേട്ടില്ലേ? കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? കറക്റ്റ് അല്ലേ? അതേന്ന് പറഞ്ഞോ അശ്വിൻ? കേട്ടല്ലോ അല്ലേ? പറഞ്ഞത് കേട്ടില്ലേ? ഓക്കെ കേട്ടാ. അപ്പൊ ഇതിലെന്താണ് നമ്മളെ പോളിലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്ന മേ ബി റബ്ബർ പോലത്തെ കറക്റ്റ്. അപ്പൊ റബ്ബർ പോലത്തെ എന്തെങ്കിലും കറ അങ്ങനെ എന്തെങ്കിലും പോളിമർ മാട്രിക്സിൽ നമ്മൾ ഈ പറയുന്ന പോലെ കൊയർ ഫൈബറോ ഹെമ്പ്, ബാംബു ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ചവിട്ടി പോലെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചോ. ചവിട്ടിയല്ല, മേ ബി അത് ഡോറോ വിൻഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അത് ഇക്കോ ഫ്രണ്ട്ലി ആണ്, ലൈറ്റ് വെയിറ്റ്. ജസ്റ്റിൻ സാർ പറഞ്ഞില്ലേ, പാർട്ടീഷൻ വാളിന്റെ റോളുള്ള സ്ഥലത്ത് നമ്മൾ എത്ര സ്ട്രെസ് ഇന്റൻസിറ്റി ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് ആവശ്യമില്ലാതെ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്തൂടെ ഈ ബയോ കോമ്പോസിറ്റ്സ് ഒക്കെ വെച്ചിട്ട്? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർ ലോ എംബോഡിഡ് കാർബൺ പറഞ്ഞ പോലെ അതിന്റെ ആ ഒരു മെറ്റീരിയൽ ഉണ്ടാക്കാൻ അതിന്റെ ലൈഫ് സൈക്കിൾ അനാലിസിസിൽ അത്ര കാർബൺ ഒന്നും വേണ്ട. കോൺക്രീറ്റ് ഒക്കെ ഉണ്ടാക്കാൻ കോൺക്രീറ്റിന്റെ ഒരു ബീമിന്റെ പകരം നമുക്ക് ആ ഒരു പ്ലേസിൽ ഇത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുകയെന്ന് വിചാരിച്ചോ, ബയോ കോമ്പോസിറ്റ് ബീം. അപ്പൊ അതുണ്ടാക്കാൻ അത്ര കാർബൺ ഒന്നും വേണ്ട. കാർബൺ ഫുട് പ്രിന്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ നമുക്ക് പ്രകൃതിയോടുള്ള വസ്തുക്കളാണെങ്കിൽ, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണെങ്കിൽ തെർമൽ ഇൻസുലേഷൻ, ഹീറ്റ്, അതുപോലെ കോൾഡ് റെസിസ്റ്റന്റ് ആയിരിക്കും. അതുപോലെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് റെഡ്യൂസ് ഡീഫോറസ്റ്റേഷൻ. കണ്ടോ, മരത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇത് യൂസ് ചെയ്യാമെന്ന് തന്നെ പറയുന്നുണ്ടാവുക. മനസ്സിലാവില്ലേ? അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ സ്റ്റീൽ, ടിമ്പർ, പ്ലാസ്റ്റിക് കോമ്പോസിറ്റ്സ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമ്മുടെ ബയോ കോമ്പോസിറ്റ്സ്. ഇത് നിങ്ങൾക്ക് പറയുന്നേക്കാളും നല്ല ഈ പടം വെച്ചാൽ മനസ്സിലാവും. ഈ പടം കാണുന്നുണ്ടോ? കാണുന്നുണ്ടെങ്കിൽ ഒരു യെസ് പറയൂ. കാണുന്നവരെ ഒന്ന് യെസ് പറഞ്ഞ് വേഗം പോകുന്ന, അല്ലെങ്കിൽ ക്ലാസ് അവസാനിക്കില്ല. കാണുന്നവര് യെസ് പറയൂ. മൈക്കോൺ ചെയ്തിട്ടൊരു യെസ് പറയൂ. കണ്ടില്ലേ? കണ്ടവരൊരു യെസ് പറയൂ. ഇത് കണ്ടോ? ശരി. ഇത് കണ്ടോ? ഇവിടെ കണ്ടോ? ഇവരൊരു സാധനം, ഒരാളെ കണ്ടല്ലോ. അപ്പൊ ഇത് കണ്ട നാച്ചുറൽ ഫൈബർ ഇൻഫോഴ്സ് പോളിമർ. ഇത് കണ്ട ഈ കൊയറും ജൂട്ടും ഹെമ്പൊക്കെ വെച്ചിട്ട് അവര് എന്തൊക്കെയോ ചെയ്ത് വാതില് ഇതൊക്കെ ചെയ്ത് കണ്ട വുഡ് പാനൽസ്, റൂഫിംഗ് ഷീറ്റ്, ഡോറ്, ഫർണിച്ചർ ഒക്കെ ഉണ്ടാക്കി. ഇനി ഇത് കണ്ട വുഡ് പ്ലാസ്റ്റിക് കോമ്പോസിറ്റ്. വുഡും ഈ പറയുന്ന പ്ലാസ്റ്റിക്കും ഈ പറയുന്ന എന്തൊക്കെയോ വുഡ് ഫ്ലോർ, മരപ്പൊടിയൊക്കെ ചേർത്തിട്ട് അതും ബയോ കോമ്പോസിറ്റിൽ പെട്ടതാണ്. പിന്നെ കണ്ട ഈ ചെടിയിൽ നിന്ന് എന്തോ ഒരു ബയോ പോളിമർ ഉണ്ടാക്കി. ഈ ചോളത്തിന്റെ ഇതിന്ന് ബയോ പോളിമർ, പോളിലാക്റ്റിക് ആസിഡ് അങ്ങനെ എന്തോ അത് സംസ്കരിച്ചിട്ട് അതിന്റെ കൂടെ നാച്ചുറൽ ഫൈബർ കൂടി ചെയ്തപ്പോൾ ഇങ്ങനത്തെ ഒരു മരത്തിനെ റീപ്ലേസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒരു ബോർഡ് കണ്ട. ഇന്റീരിയർ പാനൽ, ഇൻസുലേഷൻ ബോർഡ്, ലൈറ്റ് വെയിറ്റ് കമ്പോണൻസ് ഒക്കെ അത് ആക്കിയത് കണ്ട. ഇനി എല്ലാം ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ നോക്കുക. സിമെന്റ് ലൈമിന്റെ കൂടെ കൊയർ ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് സിമെന്റിന്റെ എമൗണ്ട് കുറയ്ക്കാലോ. മനസ്സിലായോ? സിമെന്റിന്റെ നമ്മൾ PCC സ്ലാബിന്റെ പകരം കണ്ട ഈ കൊയറും ചൂട്ടും ഇട്ട് കഴിഞ്ഞപ്പോൾ അതിന്റെ അതേ ലൈറ്റ് വെയിറ്റ് ആയി. നമുക്ക് എപ്പോഴും ലൈറ്റ് വെയിറ്റ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ലൈറ്റ് വെയിറ്റ് ആയി. ഇത് കണ്ടോ, റൂഫിംഗ് ടൈൽ ഇതിലൊക്കെ യൂസ് ചെയ്യും. ഇത് ഓരോന്നും ഞാൻ പറയുന്നില്ല. നമുക്ക്
കൃഷിയുടെ വേസ്റ്റ്, അഗ്രികൾച്ചർ വേസ്റ്റ് നിന്ന് നമുക്ക് അല്ലെ റൈസ് ഹസ്ക്, നമ്മുടെ ഉമ്മി അങ്ങനത്തെ സാധനങ്ങളൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ തവിട് അങ്ങനത്തെയൊക്കെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ചിരട്ട, അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ബിസിനസ് വരെ ഇതിൽ നിന്നൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നല്ല രീതിയിൽ നമ്മൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കിയാണ്ടോ. ഇത് മരത്തിന്റെ ഇതൊക്കെ യൂഷ്വലി സെക്ഷൻ വരെ കണ്ട, ഈ സെക്ഷൻ പോലത്തെ എന്തോ സാധനമൊക്കെ അവര് ഫ്ലോറിങ് അതൊക്കെ ലൈറ്റ് വെയിറ്റ് സ്ട്രക്ചേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നു. അപ്പൊ ഇതിനെയാണ് ഇതെന്ന് പറയണേ ബയോ കോമ്പോസിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ആ പടം കണ്ടാ പോരെ. ഇനി അതിന്റെ ടൈപ്സ് 3 ടൈപ്പ് കാണാൻ പടം പഠിക്കുക. പോളിമർ ബേസ്ഡ് ഉണ്ട്, ആൽക്കലി ആക്ടിവേറ്റഡ് ഉണ്ട്, മിനറൽ. മനസ്സിലായില്ലേ? ഇനി അത് വേണമെങ്കിൽ ഇതൊന്നും വേണമെങ്കിൽ താല്പര്യമുള്ളവർ ഗൂഗിൾ ചെയ്യുക. പോളിമർ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആൽക്കലി ആക്ടിവേറ്റഡ് എന്താണ്, ഇതൊക്കെ എഴുതിയ നല്ലതായിരിക്കും. സാറിന്റെ നോട്ടിൽ ഇതില്ല പറഞ്ഞ പോലെ, പക്ഷെ പറ്റാവുന്നവർ പഠിക്കുക, അല്ലെങ്കിൽ ഒരു പേര് മാത്രം പഠിച്ചു വെക്കുക. ഇനി ഇത് നമ്മൾ ഇങ്ങനത്തെ പാനൽ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, കാർബൺ ഫുട് പ്രിന്റ് കുറയ്ക്കാമല്ലോ. മനസ്സിലായോ? അതായത് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഗ്ലാസിന്റെ പാനലാണ്. നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം, നമ്മുടെ ക്ലൈമറ്റ് പിള്ളേർക്ക് ജയകൃഷ്ണന്റെ ഒക്കെ ക്ലാസ് എടുത്തപ്പോഴാണ് അത് കൊടുത്തത്. നിങ്ങൾ എന്താ വിചാരിക്കുക, ഒരു കോൺക്രീറ്റിന്റെ ബ്ലോക്ക് ഉണ്ടാക്കാനായി ആണോ, ഒരു കോൺക്രീറ്റ് കൊണ്ട് നമ്മൾ വല്ല കോൺക്രീറ്റ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു പാനൽ ഉണ്ടാക്കാന്ന് വിചാരിച്ചോ, ഗ്ലാസ് വെച്ചിട്ടൊരു പാനൽ ഉണ്ടാക്കാന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഏതിലായിരിക്കും കൂടുതൽ കാർബൺ ഫുട് പ്രിന്റ് ഇൻവോൾവ് ആയിട്ടുള്ളത്? ഉത്തരം കിട്ടിയവരൊന്ന് മൈക്കോൺ ഇത്. അതായത് നിങ്ങളൊരു ഗ്ലാസ് വെച്ചിട്ടൊരു പാനൽ ഉണ്ടാക്കുകയാണ്, ഗ്ലാസ് കേട്ടാ, നമ്മുടെ കണ്ണാടിയുടെ ചില്ല് പോലത്തെ ഗ്ലാസ് വെച്ചിട്ടൊരു പാനൽ ഉണ്ടാക്കാൻ പോവാണ്. അതേ തിക്നെസ്സിൽ നിങ്ങൾ കോൺക്രീറ്റിന്റെ എന്തെങ്കിലും പാനൽ ഉണ്ടാക്കാൻ പോവാന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഏതിലാണ് കൂടുതൽ കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയാം? കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല, കാർബൺ ഡൈ ഓക്സൈഡ്, ഇതര ഗ്യാസസ്, ഈ പുറന്തള്ളുന്ന ഗ്യാസസ് ഒക്കെ അതിന്റെ മൊത്തം ലൈഫ് സൈക്കിൾ അനാലിസിസ് എടുത്തു കഴിഞ്ഞാൽ, ലൈഫ് സൈക്കിൾ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ, ആ വസ്തു ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നത് മുതൽ അതിന്റെ എന്തായിരുന്നു പറയും നമ്മള്, ക്രാഡിൽ ടു ഗ്രേവ് യാർഡ് എന്നാ പറയുക. അതായത് അത് തൊട്ടിൽ മുതൽ അത് കുഴിമാടം വരെ ആ വസ്തുവിന്റെ ആ ഒരു ഇതിൽ ഉപഭോഗത്തിൽ വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവിനെയാണ് നമ്മൾ കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടോ? കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല, അതർ ഗ്രീൻ ഹൗസ് ഗ്യാസും വരും. അപ്പൊ അത് ഗ്ലാസിനായിരിക്കും കൂടുതൽ, കോൺക്രീറ്റിനായിരിക്കും കൂടുതൽ. കോൺക്രീറ്റിനെ തോന്നുന്നില്ല അവര് പറഞ്ഞത്, അല്ല കോൺക്രീറ്റ് അല്ല, പ്ലാസ്റ്റിക്കിന്റെ പാനല്, ഗ്ലാസിന്റെ പാനല്. അപ്പൊ അതിലേതിലായിരിക്കും കൂടുതൽ വരുന്നുണ്ട്? ഉത്തരം പറയുന്നവരൊന്ന് വേഗം മൈക്കോൺ ചെയ്താൽ വേഗം പരിപാടി കഴിയാട്ടോ. പ്ലാസ്റ്റിക് പാനലിനാണോ ഗ്ലാസിന്റെ പാനലിനാണോ കൂടുതൽ ബലങ്ങൾ ഉണ്ടാവുക പ്രകൃതിയായിട്ട്? അതായത് കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ ഫുട് പ്രിന്റ് ആർക്കായിരിക്കും? ഉത്തരം കിട്ടിയവരൊന്ന് പറയൂ. മിഥുൻ, ഏതിലായിരിക്കും? പ്ലാസ്റ്റിക് പാനൽ ഓർ ഗ്ലാസ് പാനൽ, ഇതിലേതിലായിരിക്കും അതിന്റെ മേക്കിംഗ്, അതിന്റെ പ്രൊഡക്ഷൻ, അതിന്റെ യൂസേജ്, യൂട്ടിലൈസേഷൻ ഫേസ്, അതിന്റെ എൻ ഫേസ്, ഇതിലെല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ഉപഭോഗത്തിൽ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് കാർബൺ ഫുട് പ്രിന്റ് ഇസ് ഇൻവോൾവ്. ഇഫ് യു ആർ അക്കൗണ്ടിങ് ദാറ്റ് വിച്ച് വിൽ ബി ഹയർ. വേഗം പറയും. പ്ലാസ്റ്റിക് ആണോ ഗ്ലാസ്? പ്ലാസ്റ്റിക് ആണ് നമ്മൾ വിചാരിക്കും, പക്ഷെ ഉത്തരം തെറ്റാണ്, ഗ്ലാസ് ആണെന്നാണ് ആ ഒരു വീഡിയോയിൽ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് ഞാൻ വിചാരിച്ചു പ്ലാസ്റ്റിക് ആണ്, പക്ഷെ പ്ലാസ്റ്റിക്കിനേക്കാൾ എത്രയോ മടങ്ങാണ് ഈ ഗ്ലാസ് എന്നുള്ള സാധനം ഉണ്ടാക്കണമെങ്കിൽ. എത്രമാത്രം കഷ്ടപ്പാടാണ് നിങ്ങൾ യൂട്യൂബ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ. ഗ്ലാസിനെ ഇപ്പൊ സാറെന്ന് പറഞ്ഞില്ലേ, ഒരു ടൈലിന്റെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, അതേപോലെ അത്രയും കഷ്ടപ്പാടാണ് ഈ ഗ്ലാസിനെ അങ്ങനെ മേക്ക് ചെയ്യാൻ. അപ്പൊ അതൊക്കെ എത്രമാത്രമാണ് പ്രകൃതിക്ക്. താങ്ക് യു ട്ടാ മിഥുൻ പറഞ്ഞത്. അപ്പൊ അതാണ് അതിന്റെ ഒരു സംഭവം വരുന്നത് കേട്ടോ. അപ്പൊ അത് മനസ്സിലാക്കുക. അപ്പൊ ഈ അങ്ങനെ പറയുമ്പോൾ ഈ ബയോ കോമ്പോസിറ്റ് കണ്ടോ, ബയോ കോമ്പോസിറ്റ് വെച്ചിട്ട് പാനൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ അത്രയൊന്നും കാർബൺ ഫുട് പ്രിന്റ് ഇൻവോൾവ് ചെയ്യുന്നില്ല. അതാണ് ഫസ്റ്റ് പോയിന്റ്. അതുപോലെ എനർജി എഫിഷ്യന്റ് അല്ലേ, നമ്മൾ അങ്ങനത്തെ ഒരു വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുകയാണെങ്കിൽ പുറത്തുള്ള ചൂടും പുറത്തുള്ള തണുപ്പും ഒന്നും വരില്ലല്ലോ. അതിനെയാണ് നമ്മൾ എനർജി എഫിഷ്യൻ എന്ന് പറയുക. അതിന്റെ ഉള്ളിലൊരു ഐസൊലേഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ്. അതിന് വേണ്ടിയിട്ട് വേറെ കറണ്ടും അതൊന്നും വേണ്ട. അങ്ങനത്തെ വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ ലൈറ്റും ഫാനൊന്നും വേണം തന്നെ ഇല്ല. ലൈറ്റ് അല്ല, ഫാനൊന്നും വേണമെന്നില്ല, AC വേണ്ട. മനസ്സിലായില്ലേ? ദെൻ വേഴ്സിറ്റാലിറ്റി ഇൻ ഡിസൈൻ എന്ന് പറയുമ്പോൾ ദെൻ ഇത് കണ്ടോ, എന്ത് രീതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കാൻ കണ്ടോ, ഈ പടത്തിൽ കണ്ടോ, ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിതിനെ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നില്ലേ? മരത്തിന്റെ കറ അതൊക്കെ വെച്ചിട്ടൊക്കെയാണ്, ബയോറെസിൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ആർട്ടിഫിഷ്യൽ പശയൊന്നും വേണ്ട, ബയോറെസിൻസ് ഒക്കെ യൂസ് ചെയ്ത് അങ്ങനെയൊക്കെ
മനസ്സിലായോ? പല മരപ്പൊടികളായിരിക്കാം, മരക്കറ, അല്ലെങ്കിൽ അതിന്റെ ഓരോ സംഭവങ്ങൾ കേട്ടോ. അപ്പൊ ഇതിൽ കണ്ടറിയാം മരത്തിന്റെ ഫൈബർ, മരത്തിന്റെ എല്ലാ പ്ലാന്റ്സിന്റെ ഫൈബർ, അങ്ങനെ പല രീതിയിലാണ് ഇവിടെ കണ്ടോ. ബയോപോളിമർ ഇവിടെ കണ്ടോ, വേറെ അഗ്രികൾച്ചർ വേസ്റ്റ്. അങ്ങനെ ബയോ എന്ന് പറയുമ്പോൾ പ്ലാന്റ് ബേസ്ഡ് ആയിട്ട്, വേസ്റ്റ് പ്ലാന്റോ റോ പ്ലാന്റോ ആയിട്ട് അതിൽ നിന്നുള്ള സംസ്കരണ വസ്തുക്കൾ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതിനെയാണ് ബയോ കോമ്പോസിറ്റ് മെറ്റീരിയൽസ് വിച്ച് കുഡ് ബി യൂസ്ഡ് ഇൻ അവർ ആസ് സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ. ഇനി അതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്താ? അഡ്വാൻറ്റേജസ് പറഞ്ഞു, ഡിസഡ്വാൻറ്റേജസ് ഇല്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അത് മോയ്സ്ചർ ആൻഡ് ഫയർ പ്രോപ്പർ ആയിട്ട് നമ്മൾ സീസണിങ്ങും അതിന്റെ വാർണിഷൊക്കെ അടിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. അത് എല്ലാത്തിനും ഉള്ളതാണ് ഫംഗൽ അറ്റാക്ക്. സ്ട്രക്ചറൽ ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ അത്ര ലോഡ് എടുക്കാനൊന്നും പറ്റില്ല. ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, അത്രയൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ബയോ കോമ്പോസിറ്റ് മെറ്റീരിയൽ ആസ് എന്ത് സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ. അപ്പൊ ഇത് പറഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു ടോപ്പിക്കിന്റെ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞ് പിന്നെ നിങ്ങൾ പറ്റുകയാണെങ്കിൽ നമ്മൾ നാളെയും കൂടി, ചിലപ്പോൾ മറ്റന്നാൾ ക്ലാസ്സില്ലെങ്കിൽ നാളെയും കൂടി പരിപാടി ഉണ്ടാവും. അപ്പോൾ അതോടെ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ തീരും ചെയ്യും. പിന്നെ നിങ്ങൾ അസൈൻമെന്റ് കാര്യങ്ങൾ എഴുതും. അപ്പൊ ഇതിനൊന്നും അസൈൻമെന്റ് ഒന്നും എഴുതണ്ട കേട്ടോ. പറഞ്ഞ പോലെ കുറെ ക്വസ്റ്റ്യൻസ് ആയി. മറ്റു സാധനം സെൽഫ് സ്റ്റഡി ആയിട്ട് പഠിച്ചാൽ മതി. ജസ്റ്റിൻ സാർ തന്നിട്ടുള്ള ആ ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ ലാസ്റ്റ് അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ആ ക്വസ്റ്റ്യൻ എഴുതാന്നുള്ളത് എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോളൂ. അതൊന്ന് ഗ്രൂപ്പിൽ പറയണം. ആരാ പറയാ? നീവ അതൊന്ന് ഗ്രൂപ്പിൽ ഇടണം. എന്താണ് ആ ക്വസ്റ്റ്യൻ എന്നുള്ളത് ഇടണം കേട്ടോ. അസൈൻമെന്റ് ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഇടുക. എന്താണ് അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ആബ്സെന്റ് ആയവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഇടുക. അപ്പൊ അതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? ഇപ്പം ടെക്സ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞു. അതിന്റെ ശേഷം നോട്ട് ചെയ്തവർ നോട്ട് ചെയ്തിട്ടുണ്ടാവും. അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് നീ വന്ന് സാർ ഒരു എക്സാമ്പിൾ സഹിതം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് അസൈൻമെന്റ് ആയിട്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കിന്റെ ഒരു ഇൻട്രോ മാത്രം പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. സാറ് അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് എല്ലാം പറഞ്ഞു. പക്ഷെ നമുക്ക് തിയറിയിൽ പറയുന്ന ഈ ക്വസ്റ്റ്യൻസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് കവർ ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് പറയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് കാണുന്നുണ്ടോ? ഹിമയുണ്ടോ ഇവിടെ? ഹിമ കയറിയിട്ടുണ്ടോ? ആൻലിയ ഇത് പറയൂ, എന്താണ് ഇവിടെ കാണുന്നത്? ഇത്ര ടോപ്പിക്സ് ആണ് നമ്മുടെ സിലബസ്. അതിന്റെ തോടെ സിലബസ് അല്ല, അതിന്റെ ചോടെ എന്താ എഴുതിയിരിക്കണത്? എന്താണ്? ഇത് മാത്രമേ നമ്മളിപ്പോ പറയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ നാളെ, മറ്റന്നാൾ ക്ലാസ്സില്ലെങ്കിൽ നാളെ ഇതുപോലെ പറയും. ഇല്ലെങ്കിൽ നാളെ തന്നെ പറഞ്ഞാൽ മിക്കവാറും അങ്ങോട്ട് തീരും ചെയ്യും. നിങ്ങൾക്ക് പഠിക്കണം. അതുകൊണ്ടാണ് ഇത് വേഗം എടുക്കണം കേട്ടോ. അല്ലാതെ പോർഷൻ തീർത്ത് വെക്കാനല്ല. പോർഷൻ തീർത്താലേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഒന്ന് പറയൂ. ഇത് എന്താണ്? ഇത് വായിക്കാൻ പറ്റുണ്ടോ? ഈ സംഭവം എന്താണ്? ഇതൊന്ന് വായിച്ച്, ഇത് മാത്രം ഒന്ന് വായിച്ച്. ബ്ലൂ. ഇപ്പൊ ഞാൻ ഹാച്ച് ചെയ്ത് ഈ ഒരു കളർ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം വായിക്കൂ. ആൻലിയ ഇതെന്താ? അത് ആൻലിയ ഇല്ലേ ഇവിടെ? ഹർഷയില്ലേ? സ്മാർട്ട് ആൻഡ് ഇന്റലിജന്റ്. ഓക്കെ, വെരി ഗുഡ്. സ്മാർട്ട് ആൻഡ് ഇന്റലിജന്റ് മെറ്റീരിയലിനെ പറ്റിയിട്ട് നമ്മുടെ സിലബസിൽ പറയുന്ന ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കണം കേട്ടോ. സ്മാർട്ട് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റലിജന്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ വരുന്ന പലതരം സ്മാർട്ട് മെറ്റീരിയൽസിനെ പറ്റി ഓരോന്നിന്റെ കീ ഫീച്ചറും കാര്യങ്ങളും പഠിക്കണം. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു കേട്ടോ. അപ്പൊ അതിന്റെ കേസ് സ്റ്റഡിയും അതിന്റെ ഈ പറഞ്ഞ പോലെ അതിന്റെ 2-3 കേസ് സ്റ്റഡിയും കൂടി നിങ്ങൾ പഠിക്കണം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഈ സ്മാർട്ട് മെറ്റീരിയലും ഇന്റലിജന്റ് മെറ്റീരിയലും തമ്മിലുള്ള വ്യത്യാസം എന്താ ഉണ്ടാവുക? എന്തായിരിക്കും സ്മാർട്ട്, ഇന്റലിജന്റ്? നമ്മൾ സ്മാർട്ട് ആണോ ഇന്റലിജന്റ് ആണോ? നിങ്ങൾ നമ്മളെ തന്നെ ആലോചിക്കുക. നിങ്ങൾ സ്മാർട്ട് ആണോ ഇന്റലിജന്റ് ആണോ എന്ന് പറയുന്നതിന് എന്താണ് ഒരു യുക്തി? സെയിൻ എന്തായിരിക്കും അതിന്റെ ഒരു യുക്തി? സെയിൻ സ്മാർട്ട് ആണെന്ന് ചിലപ്പോൾ സെയിൻ പറയും, സെയിൻ ഇന്റലിജന്റ് ആണെന്ന് ചിലപ്പോൾ സെയിൻ പറയും. എപ്പോഴും അത് തമ്മിലൊരു അർത്ഥവ്യത്യാസം ഇല്ലേ? ശരിക്കും സ്മാർട്ടും ഇന്റലിജൻസും ഒന്നാണോ? കുറച്ചൊരു വ്യത്യാസം ഇല്ലേ? നമ്മൾ സ്മാർട്ട് ആയതുകൊണ്ടല്ലേ, ഞാൻ തന്നെ പറയാം, സ്മാർട്ട് ആയതുകൊണ്ടല്ലേ നമുക്ക് ഓടിച്ചാടി നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്, അല്ലെ? നല്ല ലോക്കോമോട്ടീവ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ. അപ്പൊ നമ്മൾ സ്മാർട്ടാന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യുമ്പോൾ നമ്മൾ സ്മാർട്ട് ആയതുകൊണ്ടാണ് നമ്മുടെ
നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോണേ അല്ലേ, നമുക്ക് കാര്യങ്ങളൊക്കെ. പക്ഷേ ഇന്റലിജൻസ് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ ഒരു തിങ്കിങ് വരണ്ടേ. ഇന്റലിജൻസ് പറയുമ്പോൾ ബ്രെയിൻ ആയിട്ട് ലിങ്ക്ഡ് ആണ്. സ്മാർട്ട് ആവാനായിട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ പറയാൻ പാടില്ല, എന്നാലും കൂടി ചില കുട്ടികൾക്കൊക്കെ വയ്യാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും, അവരുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നൊക്കെ ഉണ്ടാവും. പക്ഷെ അവിടെ ഇന്റലിജൻസ് പറയുന്ന അവരുടെ ഒരു ചിലപ്പോൾ ബ്രെയിൻ ആക്ടിവിറ്റിയുടെ രീതിയിൽ അവർക്ക് പറ്റാത്തത് കൊണ്ട് ആ ഇന്റലിജൻസ് അവിടെ വർക്ക് ആവുന്നുണ്ടാവില്ല. ക്ലിയർ ആണോ? അപ്പൊ സ്മാർട്ടും ഇന്റലിജൻസും തമ്മിൽ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് ആക്ച്വലി, അങ്ങനെ പറയുകയാണെങ്കിൽ. ക്ലിയർ? അപ്പൊ അതിനെ തന്നെ നമ്മൾ സ്മാർട്ട് ആൻഡ് ഇന്റലിജന്റ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ട് പഠിക്കുന്നത്. അപ്പൊ അതിന് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോ ഇങ്ങനെ ഒരു സാധനം കണ്ടു. അപ്പൊ അതൊന്ന് പറയാം. ഇവിടെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, ഇവിടെ തോന്നുന്നു. ഡേ ടു ഡേ ഇങ്ങനെ ഞാൻ ഗൂഗിൾ ചെയ്തപ്പോ ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിന് ജസ്റ്റ് 10 മിനിറ്റ് മുന്നേ ഗൂഗിൾ ചെയ്തതാണ്. എന്താണ് നമ്മുടെ വീട്ടില് ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്ന സ്മാർട്ട് മെറ്റീരിയൽ എക്സാമ്പിൾ പറഞ്ഞാൽ ഇത് കാണുന്നുണ്ടോ? ഇതില് അയ്യോ അതാ സാധനം പോയി. ഈ സാധനം ഇത് സ്മാർട്ടാന്ന് പറയാം. സ്മാർട്ട് മെറ്റീരിയൽസിന്റെ എക്സാമ്പിൾ ഇത് പറയാം. ഇത് ഹർഷ നേരത്തെ വായിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഹർഷ ഇതൊന്ന് വായിച്ചേ. കറക്റ്റ് 10 മണിക്ക് നമ്മൾ ദിവസം ഇത് വായിക്കും. Thermochromic materials. Coffee mugs or baby spoons that change color when the liquid inside is too hot. മനസ്സിലായോ? വെരി ഗുഡ്. അപ്പൊ അതിലായത് നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ഇല്ലേ, നമ്മുടെ ചില കളിപ്പാട്ടങ്ങളൊക്കെ ഇല്ലേ, LED ലൈറ്റ് വെച്ച് മിന്നി തെളിയണ അങ്ങനെ കളിപ്പാട്ടം, അങ്ങനത്തെ സാധനങ്ങൾ, അത് സ്മാർട്ടാണ്. അതുപോലത്തെ ഒരു സാധനമാണ് ഇവര് കോഫി മഗ് ബേബി സ്പൂൺ. അതിന്റെ ഉള്ളില് ലിക്വിഡ് വെച്ച് കൊടുത്താൽ അത് എന്താ പറയണേ, ഉള്ളില് നമ്മളതിന് ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് കളറ് മാറും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് തെർമോക്രോമിക്, ടെമ്പറേച്ചറിനനുസരിച്ച് കളറ് മാറുന്ന മെറ്റീരിയൽസ് ഉണ്ട്. അത് മാത്രം അതിന്റെ എക്സാമ്പിൾ എടുക്കാം കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളതുണ്ടെങ്കിൽ അത് ഇതാണ്. അതുപോലെ ഷേപ്പ് മെമ്മറബിൾ അലോയ് സാറ് പറഞ്ഞു, അതിനെപ്പറ്റി നമുക്ക് നാളെ പറയാം. ഇനി ഇന്റലിജൻസ് പറയുമ്പോൾ എന്താണ്? ഇന്റലിജന്റ് എന്ന് പറയുമ്പോൾ അതില് ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ടോ? അതായത് നമ്മുടെ ഇന്റലിജന്റ് ലൈറ്റിംഗ്, LED സിസ്റ്റംസ്. ഇതിൽ വേറൊരു റെഫ്രിജറേറ്ററിന്റെ ഒരു എക്സാമ്പിളും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അതിപ്പോ പോയി. റെഫ്രിജറേറ്ററിൽ അവർ പറയുന്നത്, ഒരു റെഫ്രിജറേറ്ററിൽ സ്മാർട്ട് ഒരു ഇന്റലിജന്റ് റെഫ്രിജറേറ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഡയറ്റിനനുസരിച്ചിട്ട് എന്തോ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ എന്തോ സാധനം പോയി. അതായത് കുറച്ചും കൂടി അൽഗോരിതം. ഇവിടെ അൽഗോരിതം ഈസ് വെരി സിമ്പിൾ. ഇതിൽ വലിയ അൽഗോരിതം ഒന്നുമില്ല. ഈ തെർമോക്രോമിക് ആവാനായിട്ട് നമ്മുടെ എന്താ പറയാ, ഈ കളറ് മാറാനായിട്ട് ഒരു വല്ല സെൻസറോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. മനസ്സിലായി? അതില് പക്ഷെ ഒരു എന്താ വരുന്നില്ല, ഒരു കണ്ടീഷണൽ അൽഗോരിതം ഒന്നും അവിടെ വർക്ക് ചെയ്യുന്നില്ല. എന്നാൽ ഇന്റലിജന്റ് എന്ന് പറയുമ്പോൾ ബുദ്ധിയും കൂടി അവിടെ വരണം, ഒരു ഇന്റലിജൻസ് വരണം അല്ലെ. അപ്പൊ ഇതിൽ എക്സാമ്പിൾ LED സിസ്റ്റംസ് ആറ്റ് മോർ നാച്ചുറൽ ആൻഡ് അഡ്ജസ്റ്റ്. അത് കണ്ടോ? അതായത് നിങ്ങളുടെ LED സിസ്റ്റംസ് ഉണ്ടെന്ന് വിചാരിക്കുക നിങ്ങളുടെ വീട്ടില്. അത് നാച്ചുറൽ ഡേ ലൈറ്റില് ലൈറ്റിംഗ് ലെവലിനനുസരിച്ചിട്ട് എന്തായിരിക്കും അത് പറയുന്നത്, ലൈറ്റിംഗ് ലെവൽ അനുസരിച്ചിട്ട് നമ്മുടെ കറണ്ടിന്റെ കാശ് എന്തോ LED systems that monitor natural daylight in your room and adjust their brightness to maintain consistent lighting level, saving. മനസ്സിലായോ? അതായത് നിങ്ങളെ LED സിസ്റ്റം നിങ്ങളുടെ വീട്ടിലുണ്ട്, ഒരു ഇന്റലിജന്റ് ലൈറ്റിംഗ് സിസ്റ്റം ഉണ്ട്, LED ആണ് എക്സാമ്പിൾ എങ്കിൽ, അത് എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ റൂമിന്റെ ഉള്ളിലത്തെ നാച്ചുറൽ ഡേ ലൈറ്റിന് ആസ്പദമാക്കിയിട്ട് ഈ LED സിസ്റ്റത്തിന്റെ ബ്രൈറ്റ്നെസ് കൂട്ടാൻ കുറയ്ക്കാൻ അതിൽ അൽഗോരിതം സെറ്റാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കറണ്ട് കാശില് കുറവും കൂടുതലും, മീൻസ് അതെന്താണ്, നാച്ചുറൽ ലൈറ്റ് കൂടുതലാന്ന് വിചാരിക്കും. ഒരു വീട്ടില് ഉള്ളില് ഒരു വാതിൽ ജനലൊക്കെ തുറന്നിടുമ്പോൾ നാച്ചുറൽ ലൈറ്റ് കൂടുതലാണെങ്കിൽ അവിടുത്തെ ഈ ബൾബ് LED ബൾബാണെങ്കിൽ അതിനനുസരിച്ചിട്ട് അതിന്റെ ബ്രൈറ്റ്നെസ് വാട്ടൊക്കെ അല്ലേ വരിക. ഈ ബൾബിന്റെ മീൻസ് ബ്രൈറ്റ് ആകുമ്പോൾ ഇത്ര വാട്ട് ആയിരിക്കും അത് യൂസ് ചെയ്യുക. അത് ബ്രൈറ്റ് ആകുമ്പോൾ ഇത്ര കൂടുതൽ വാട്ട് ചിലപ്പോൾ മേ ബി വരുന്നുണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് ചെയ്ത് കറണ്ട് കാശ് വരെ ലാഭിക്കാൻ പറ്റുന്ന ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം പോലത്തെ ഒരു സംഭവത്താണ് ഇത് പറയുന്നത്. അതുപോലെ വേറെ എന്തോ എക്സാമ്പിൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ ഫ്രിഡ്ജിന്റെ ഒരു കേസ്. ഫ്രിഡ്ജ് എന്ന് പറയുന്നത്, ഫ്രിഡ്ജിന്റെ ഉള്ളിൽ എന്തോ ഇന്റലിജന്റ് ഫ്രിഡ്ജ്, റെഫ്രിജറേറ്റർ. അപ്പോൾ നമ്മുടെ ഡയറ്റിനനുസരിച്ചിട്ട് ആ ഫ്രിഡ്ജ് നമ്മുടെ ഭക്ഷണത്തിനെ ശീതീകരിക്കുക, അങ്ങനെ സംതിങ്. അപ്പൊ അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് അല്ലേ. അങ്ങനെയുള്ളതിനെയാണ് ഇന്റലിജന്റ് എന്ന് പറയുന്നത്. മറ്റേതെന്താണ്, സ്മാർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, സ്മാർട്ടാണ് പക്ഷെ അവിടെ ഇന്റലിജൻസിന്റെ അപ്ലിക്കേഷൻ അധികം ഇല്ല. ഒരു ജസ്റ്റ് ഒരു ഫ്രീ അൽഗോരിതം. മറ്റേതാകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അൽഗോരിതം ആണ് അവിടെ വരുന്നത്.
മനസ്സിലായില്ലേ? അപ്പൊ അതാണ് നമ്മുടെ ഇന്റലിജൻസ് ആൻഡ് സ്മാർട്ട് മെറ്റീരിയൽ തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ക്ലിയർ അല്ലേ? ഇതും കൂടി പറഞ്ഞാൽ നമ്മളിപ്പോൾ അവസാനിപ്പിക്കും. സ്മാർട്ട് ഇന്റലിജന്റ് മെറ്റീരിയൽസ് അഡ്വാൻസ് സബ്സ്റ്റൻസസ് ആണ്. ഇപ്പൊ നേരത്തെ കണ്ടില്ലേ, അവരുടെ കളർ മാറും, ബേബി സ്പൂണിന്റെ പോലെ. ഷേപ്പ് മാറും, ഷേപ്പ് മെമ്മറബിൾ അലോയ്സ് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. സ്റ്റിഫ്നെസ്, അത് ഫ്ലെക്സിബിൾ ആവും, റിജിഡ് ആവും ചിലപ്പോൾ. അത് എർത്ത് വരുമ്പോൾ അതിനനുസരിച്ച് അതിന് അങ്ങനെ ആവാൻ പറ്റും. ഇൻ റെസ്പോൺസ് ടു ദി ടെമ്പറേച്ചർ മാറുകയോ, നേരത്തെ എന്താ പറയുക, ലൈറ്റിന്റെ ഇന്റൻസിറ്റി, നാച്ചുറൽ ലൈറ്റിന്റെ ഇന്റൻസിറ്റി മാറുക, അല്ലെങ്കിൽ നമ്മൾ അതിൽ അപ്ലൈ ചെയ്ത സ്ട്രെസ്, നാച്ചുറൽ ടെമ്പറേച്ചർ അല്ലെ, പുറത്തത്തെ ആംബിയൻ ടെമ്പറേച്ചർ, അതുപോലെ ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡ്സ് ഒക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ഈ വസ്തുവിന്റെ ഷേപ്പോ കളറോ സ്റ്റിഫ്നെസ്സോ മാറുകയാണെങ്കിൽ അതിന് എന്ത് പറയും? അപ്പൊ ആ ഒരു ഗണത്തിലാണ് സ്മാർട്ടും ഇന്റലിജൻസും വരുന്നത് നമ്മുടെ. മനസ്സിലായില്ലേ? ഇനി സ്മാർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? അതെന്ന് പറയുന്നത് ഇനി ഡയറക്റ്റ് റിവേഴ്സിബിൾ വേ, അതായത് എന്താണ്, ഒരു ഡയറക്റ്റ് രീതിയിലാണ് അത് ഈ ചേഞ്ച് ഓഫ്. ആരെവിടെ വന്നിരിക്കണേ? ഇവിടെ പുതിയതായിട്ട് ആരെങ്കിലും വന്നോ? ആരുമില്ലല്ലോ. 11 പേരേ ഉള്ളൂ നമ്മള്. ഇത് കാണുന്നില്ലേ? ആദിത്യ TD ഒന്ന് കൺഫേം ചെയ്യൂ. ഈ പറയുന്നൊക്കെ കേൾക്കുന്നില്ലേ? ഐക്കോൺ ചെയ്തിട്ട് പറയൂ. ഇപ്പൊ കഴിയും. ശങ്കർദേവ്, ആൻലിയ, ഇവർക്ക് പോയാ? പാർവതി, അവരെയൊന്നും കാണാനില്ലല്ലോ. ഇവർക്ക് പോയാ? ആർദ്ര പറയൂ, ഇത് കാണുന്നില്ലേ? കേൾക്കുന്നുണ്ട് മിസ്സേ. ശരി. നമ്മളിപ്പോ അവസാനിപ്പിക്കൂട്ടാ. അപ്പൊ എന്താണ് സ്മാർട്ട് എന്ന് പറയുമ്പോ അത് ശരി. അപ്പൊ ഇവിടെ ഡയറക്റ്റ് റിവേഴ്സിബിൾ, ശരി, ഡയറക്റ്റ് റിവേഴ്സിബിൾ വേയില് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു അതനുസരിച്ച് സ്മാർട്ടായിട്ട് അനുസരിച്ച്, മനസ്സിലായോ? നമ്മൾ ആ വസ്തുവിനോട് എന്തെങ്കിലും പറയുന്നു, അപ്പൊ അതിലെന്തോ ഒരു തത്വമുണ്ട്, അതിനനുസരിച്ച് ഡയറക്റ്റ് ആയിട്ട് ഇറിവേഴ്സിബിൾ അല്ല, റിവേഴ്സിബിൾ വേയില് പറഞ്ഞു, അതതുപോലെ അനുസരിച്ചു. അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ആ ഒരു റെസ്പോൺസ് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ അത് തിരിച്ചത് അല്ലെ. നമ്മൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളൊരു സ്ട്രെസ് കൊടുക്കുമ്പോൾ അത് നിങ്ങൾ പറഞ്ഞതിനനുസരിച്ചു സ്ട്രെസ് റിലീസ് ചെയ്താൽ അത് അതിന്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെയുള്ളതിനാണ് സ്മാർട്ട് എന്ന് പറയുക. പക്ഷെ ഇന്റലിജന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിൽ സ്മാർട്ട് മെറ്റീരിയൽ പ്ലസ് സെൻസർ പ്ലസ് ഡാറ്റ പ്രോസസ്സിംഗ് ആക്ച്വേറ്റേഴ്സ് ചേരുമ്പോഴാണ് അതിനെ ഇന്റലിജന്റ് മെറ്റീരിയൽ എന്ന് പറയുക. അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് അല്ലേ. അപ്പൊ എന്തായിരിക്കും അതിൽ നമ്മൾ ഈ ലൂപ്പ്, ഈ കമ്പ്യൂട്ടർ സയൻസുകാർ പറയുന്ന പോലെ ലോജിക്കിനെ ബേസ് ചെയ്തിട്ടാണ് അത് ആക്ട് ചെയ്യുക. അതിനെ സെൻസ് ചെയ്യാൻ പറ്റും, ഡിസൈഡ് ചെയ്യാൻ പറ്റും, അതിന് തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും, റോബോട്ടിനെയൊക്കെ പോലെ. ദെൻ ഫീഡ്ബാക്ക്, ആക്ട് വിത്ത് ഫീഡ്ബാക്ക്. അത് എന്താ പറയുന്നത്, എങ്ങനെയാണ്? മെറ്റീരിയൽ മാത്രമായിട്ടല്ല, അതിനൊരു എന്താ പറയുക, അതിലൊരു ഇൻബിൽട്ട് ആയിട്ടൊരു ഇന്റലിജൻസ് സംവിധാനം, നമ്മൾ ഒരു എന്താ പറയുന്നത്, ഒരു അല്ലേ, ഡാറ്റ പ്രോസസ്സിങ് യൂണിറ്റ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതിലൊരു റിസീവർ ആക്ച്വേറ്റർ പാർട്ട്, സെൻസർ, ഇതെല്ലാം ചേർത്ത് നമ്മൾ പറയുന്ന രീതിയിൽ ആ സ്മാർട്ട് സ്ട്രക്ചറൽ സിസ്റ്റം ബിഹേവ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഇന്റലിജന്റ് മെറ്റീരിയൽ സിസ്റ്റം എന്ന് പറയും. ക്ലിയർ അല്ലേ? ഇനി ജസ്റ്റ് നോക്കിയാൽ മതി. ഇത് പറഞ്ഞ സാധനം തന്നെയാണ് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമയമൊന്നുമില്ല. ജസ്റ്റ് നോക്കുക. സ്മാർട്ട് മെറ്റീരിയലിന്റെ എക്സാമ്പിൾ നമ്മളിത് ക്ലാസ്സിൽ ഇതൊക്കെ കാണാതെ പഠിക്കണം, മനസ്സിലാക്കി പഠിക്കണം. സ്മാർട്ട് മെറ്റീരിയൽസ് ഇതിന്റെ സംഭവം ഇത് പറയുന്നു. ഇത് രണ്ടിലും തമ്മിലുള്ള വ്യത്യാസം ഇത് കണ്ട. എക്സാമ്പിൾ ആയിട്ട് ഇന്റലിജൻസിന് എക്സാമ്പിൾ എന്താ? സെൽഫ് സെൻസിങ് കോൺക്രീറ്റ് അല്ലെ. കോൺക്രീറ്റ് സെൽഫായിട്ട് സെൻസ് ചെയ്യാണ്. ഇപ്പൊ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് അതിൽ ഒരു ക്രാക്ക് വന്നു, ആ ക്രാക്ക് വന്നു എന്നുള്ളത് സെൽഫായിട്ട് അത് അസസ് ചെയ്യാണ്. അങ്ങനത്തതിനെയാണ് സെൽഫ് സെൻസിങ് കോൺക്രീറ്റ് എന്ന് പറയും. അതുപോലെ സാർ എന്ന് പറഞ്ഞില്ലേ, സ്ട്രക്ചറൽ ഹെൽത്ത് മോണിറ്ററിങ്, അതിൽ ക്രാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു അൽഗോരിതം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്, അതിന്റെ ആ ഒരു കോൺക്രീറ്റിന്റെ സ്ട്രക്ചറൽ ഹെൽത്ത് ഓക്കെ ആണോ എന്നുള്ളത് ഇന്റലിജൻസ് സംവിധാനം അതിൻ്റെ ഉള്ളിൽ എംബഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ യു ഹാവ് ഇന്റഗ്രേറ്റഡ് ആൻഡ് ഇന്റലിജന്റ് സിസ്റ്റം ടു എ മെറ്റീരിയൽ എന്ന് പറയാം. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ ഇനി വരും. ഇതൊക്കെ പറഞ്ഞ പോലെ ഷട എന്ന് പറഞ്ഞാൽ നമ്മൾ തീരും. ഇതൊക്കെ പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ പഠിക്കണം.